കണ്ണൂർ വളപട്ടണം പറശ്ശിനിക്കടവ് യാത്രയിലാണ് നമ്മളിപ്പോൾ. വളപട്ടണം ബോട്ട് ടെർമിനലിൽ നിന്നും 12:05 പുറപ്പെട്ട യാത്ര മനോഹരമായ ഹൃദ്യമായ കാഴ്ചകൾ ഏറ്റുവാങ്ങി മുന്നേറുകയാണ്. 100 പേർക്ക് ഇരിക്കാവുന്ന യാത്രാ ബോട്ട് ആണിത്. അതിനാൽ തന്നെ കയറാനും ഇറങ്ങാനും ആളുകളുണ്ടെങ്കിൽ മറ്റ് ബോട്ട് ടെർമിനലുകളിൽ നിർത്തുന്നതാണ്. കയറാനും ഇറങ്ങാനുമായി മനോഹരമായ ഒരു വലിയ പള്ളിയാണിത്. പക്ഷേ പള്ളിയുടെ അടുത്തൊന്നും വീടുകളൊന്നും കാണാനില്ല കേട്ടോ. ഇതാണ് പഴയ ബോട്ട് ജട്ടി. ഇവിടെ ഒരാൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണ്. നയനാനന്ദകരമായ കാഴ്ചകളാണ്. പച്ചത്തുരുത്തുകൾ കണ്ണിന് കുളിരേകുന്നുണ്ട്. ഓരോ ഫ്രെയിമുകളും വ്യത്യസ്തമാണ്. വ്യത്യസ്ത കാഴ്ചകൾ, ഒന്നിനൊന്ന് അതിമനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. നോക്കൂ, എന്ത് മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ ഒരു പച്ചത്തുരുത്ത്, അറിയാലോ, കണ്ടൽ ചെടികളാണ് ഇവ. കണ്ടൽ കാടുകൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവ കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട സസ്യവർഗമാണ്. വളരെ ഉയർന്ന് വൻമരങ്ങളായി പോകുന്നില്ല. ഇടതൂർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. വളരെ മനോഹരമായ ഒരു സസ്യ വിഭാഗം തന്നെയാണ് ഇവ. ഒരു ദീർഘദൂര കാഴ്ച നോക്കിയേ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഹൗസ് ബോട്ടുകൾ വന്നും പോയും കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് അതിമനോഹരമായ ഒരു ബോട്ട് ടെർമിനലാണ്. ആളുകൾ കയറാനും ഇറങ്ങാനും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നണയും. നോക്കൂ, ഒരു ഡബിൾ ഡെക്ക് ബോട്ട് പോലുണ്ട്. വെള്ളത്തിൽ അവയുടെ പ്രതിച്ഛായ കൂടി ആകുമ്പോൾ അതിമനോഹരമായ ഒരു വിസ്മയം തീർത്തിരിക്കുകയാണ്. എന്തായാലും പുഴക്കരികെ കൂടുതൽ ആൾ താമസം ഉള്ളതായി തോന്നുന്നില്ല. വീടുകളൊന്നും കാണാനില്ല കേട്ടോ. വലിയ സ്പീഡിലല്ല ബോട്ട് നീങ്ങുന്നത്. അതിനാൽ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ച് മുന്നേറാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇടയ്ക്കെല്ലാം ധാരാളമായി കൽപ്പവൃക്ഷങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച. ഇവിടെ പൊൻകതിരിട്ട് നിൽക്കുന്ന പുൽ ചെടികളുമുണ്ട് ഇതിൻ്റെ ഇടയിൽ. നോക്കൂ, മനോഹരമായിട്ടുണ്ട്. നമ്മളിപ്പോൾ പറശ്ശിനിക്കടവ് പാലത്തിനോട് സമീപിക്കുകയാണ്. ഇവിടെ ആണ്
ലോകപ്രസിദ്ധമായിട്ടുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ അകലെ നിന്ന് തന്നെ അതിമനോഹരമായ കാഴ്ച ഒരുക്കി നിൽക്കുകയാണ്. പറശ്ശിനിക്കടവ് ക്ഷേത്രം, മുത്തപ്പൻ കാവ്. ധാരാളം ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട് ഓരോ ദിവസവും. വളരെ വിപുലമായി തന്നെ ഉച്ചഭക്ഷണം ഏവർക്കും നൽകി പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഇവിടുത്തെ ബോട്ട് ടെർമിനലുകളാണ്. ധാരാളം ബോട്ടുകൾ ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ടൂറിസ്റ്റ് ബോട്ടുകളാണ്. ഇവിടെ നോക്കി ഇടതുഭാഗത്ത് വലിയൊരു കെട്ടിടം പോലെ ഒരു ഡബിൾ ഡെക്കർ ബോട്ടാണ്. നോക്കിയേ അവയുടെ മുഖം. സിംഹ മുഖഭാവമുള്ള ഒരു പടുകൂറ്റൻ ബോട്ട്. സിംഹം എന്നത് ഡ്രാഗണായിട്ട് മാറുന്നുണ്ട് പലപ്പോഴും കാഴ്ചകളായി. എന്തായാലും വളരെ മനോഹരമായ വിസ്മയിക്കുന്ന കാഴ്ചകൾ തന്നെ. ദൂരക്കാഴ്ച വളരെ ഭംഗിയുണ്ട്. നമ്മളിവിടെ ഇറങ്ങുകയാണ്. പോയി നോക്കാം.